Hi everyone, welcome to another video from Tiju's Academy. So today I am here with some reassuring phrases. First word is fine. Fine നമുക്ക് ഓക്കേക്ക് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ്. നമുക്കറിയാം ഫൈൻ അല്ലേ? ഹൗ ആർ യു എന്നുള്ളൊരു ക്വസ്റ്റിന് കൊച്ചുനാൾ തൊട്ട് നമ്മൾ പഠിക്കുന്ന ഒരു വേർഡാണ് ഐ ആം ഫൈൻ എന്നുള്ളൊരു ടേം. സോ ഈ നമുക്ക് ഒ ഇ ടിയിൽ ഫൈൻ ഇൻക്ലൂഡ് ചെയ്ത് സംസാരിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മുമ്പിൽ ഒരു പേഷ്യൻ്റ് വരുന്നു ആൻഡ് ദ പേഷ്യൻ്റ് ഈസ് വെരി ഡീസ്ട്രെസ്ഡ്. സോ നമുക്ക് പറയാം യു ലുക്ക് എ ലിറ്റിൽ ബിറ്റ് ടെൻസ്ഡ്, ആർ യു ഫൈൻ? നെക്സ്റ്റ് ടേം ഈസ് ഓൾ റൈറ്റ്. സോ നമ്മുടെ ഫ്രണ്ടിൽ ഒരു കൺസേൺഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റ് വരികയാണ് ആൻഡ് ദ പേഷ്യൻറ്റ് ലുക്സ് എ ലിറ്റിൽ ബിറ്റ് വെറീഡ്. സോ നമുക്ക് ചോദിക്കാൻ പറ്റും, ഫ്രം യുവർ ഫേസ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ എ ലിറ്റിൽ ബിറ്റ് വെറീഡ്, ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ്? നെക്സ്റ്റ് ടേം ഈസ് ഗുഡ്. ഗുഡ് ആക്ച്വലി ഒരു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻ്റ് ആണ്. സോ എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മുടെ പേഷ്യൻറ്റ് പറയുകയാണ്. ഫോർ എക്സാമ്പിൾ, ഹോം വിസിറ്റിൻ്റെ സമയത്ത് ദ പേഷ്യൻറ്റ് ഈസ് സേയിങ് ദാറ്റ് ഷീ ടുക്ക് ഓൾ ദ മെഡിസിൻസ് ഓൺ ടൈം. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ്സ് ഗുഡ് ടു ഹിയർ എന്ന്. നെക്സ്റ്റ് ഫ്രേസ് ഈസ് നോട്ട് എ പ്രോബ്ലം. നമ്മുടെ അടുത്ത് പേഷ്യൻ്റ് വന്നൊരു ഹെൽപ്പ് ചോദിക്കുന്നു. ഫോർ എക്സാമ്പിൾ, സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്സിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റും ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. നമുക്ക് നമ്മുടെ പേഷ്യൻ്റെ അടുത്ത് കുറച്ച് ഇൻഫർമേഷൻ കൊടുക്കുകയാണ് അബൌട്ട് ദ മെഡിക്കേഷൻ ദാറ്റ് ഷീ ഷുഡ് ടേക്ക്. ആ സമയത്ത് ഒരു കൺസേൺ പറയുകയാണ് ദാറ്റ് പേഷ്യൻ്റ് ഈസ് വെറീഡ് അബൌട്ട് ദ സൈഡ് എഫക്ട്സ്. അപ്പോൾ നമുക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാം റീസണബിൾ ഫ്രേസ് ഉപയോഗിച്ച്. And the sentence will be like, that's a reasonable concern from your part. I hope that this video was informative. This is Geedusha from Tiju's Academy. Thank you for watching.